നമസ്കാരം. ന്യൂസ് ട്രെൻഡ്സ് ആരംഭിക്കുകയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുമ്പോൾ നെഞ്ചിടിക്കുന്നത് CPM-നാണ്. കാരണം CPM-ന്റെ 25ഓളം അക്കൗണ്ടുകൾ, അനധികൃത അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ കരുവന്നൂർ ബാങ്കിൽ തന്നെ ചില അക്കൗണ്ടുകൾ, 5ഓളം അക്കൗണ്ടുകളുടെ കാര്യത്തിലും റിസർവ് ബാങ്കിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും അടക്കം ഇഡി വിവരങ്ങൾ കൈമാറി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത് ഇന്നലെയാണ്. ഇതിന് പിന്നാലെയാണ് സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ, MK കണ്ണനെതിരെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഡി ആഭ്യന്തര മന്ത്രാലയത്തിലടക്കം കൈമാറിയിട്ടുണ്ട് എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അങ്ങനെ ഇഡി ഇത്തരത്തിൽ പിടിമുറുക്കുമ്പോൾ CPM-ന് നെഞ്ചിടിക്കുന്നു. ഇതിൽ നടപടി കുറച്ചുകൂടി അവർ കടുപ്പിക്കുന്നു. കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യുന്നു. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഒപ്പം ഈ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ഡാനി പോളും ഒപ്പം TG സജിത്തും ചേരുകയാണ്. ഡാനി, നേരത്തെ നമുക്കറിയാം ഈ പ്രധാനപ്പെട്ട MK വർഗീസ് അടക്കമുള്ള നേതാക്കളെ ഒരു തവണ ചോദ്യം ചെയ്തതാണ്. അന്ന് ചില വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇഡി അന്വേഷണ പിടിമുറുക്കുമ്പോൾ MM വർഗീസ് അടക്കമുള്ളവർക്ക് അത് നിർണായകമാകുന്നത് എങ്ങനെയാണ്? രഞ്ജിത്ത്, ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി ആദ്യഘട്ട കുറ്റപത്രം അടക്കം സമർപ്പിച്ചൊരു സാഹചര്യം. അതിൽ നിന്ന് ഇപ്പോഴത്തെ ഈ ഫേസിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നു, കുറച്ചുകൂടി വ്യത്യസ്തമാകുന്നു എന്ന് തന്നെയാണ്. കാരണം ഇതിൽ ആരുടെയും തന്നെ ഈ കരുവന്നൂർ വിഷയം പരാമർശിച്ചുകൊണ്ട്, പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി അടക്കം ഇവിടെ സംസാരിച്ചു പോയത്. അതിനുശേഷവും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നുവെന്ന എല്ലാ വിമർശനങ്ങളും ഉയരുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ്. പക്ഷെ അപ്പോഴെല്ലാം ഇഡി ഇതിനു വേണ്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ തന്നെയായിരുന്നു, അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ബോധ്യമാവുന്നത് ഇതിൽ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ്. കാരണം ഇതിൽ 3 മന്ത്രാലയത്തിനടക്കം അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാവർക്കും അടക്കം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. RBIക്ക് അടക്കം റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതോടൊപ്പം 25ഓളം അക്കൗണ്ടുകൾ ഇത് നിരീക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിൽ തന്നെ സൂചനകൾ നൽകുന്നു. ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് ഈ കാലം ഉണ്ടായിരുന്ന ഒരു സൈലൻസ് ഇതൊരു തയ്യാറെടുപ്പായിരുന്നു എന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഉണ്ടായതെന്നുള്ളൊരു വിമർശനം രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുമ്പോൾ പോലും ഇതിലുണ്ടായിരുന്ന ഒരു അഴിമതി അടക്കമുള്ള കാര്യങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങൾ ചെറുതല്ല, അത് കനപ്പെട്ടത് തന്നെയാണ്. ആ ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ എല്ലാം തന്നെയാണ് ഇപ്പോൾ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ MM വർഗീസ് വീണ്ടും ഹാജരാകുന്നു എന്നതാണ്. അദ്ദേഹത്തെ ഇതിനു മുൻപും പലതവണ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും വിളിപ്പിക്കുന്നത് ഇപ്പോഴത്തെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാത്തിനും ശേഷമാണ് വീണ്ടും വിളിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണം വളരെ കാര്യക്ഷമവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് തന്നെ മനസ്സിലാക്കുന്നു. ഒപ്പം കൂടുതൽ പേരിലേക്ക്, കൂടുതൽ നേതാക്കളിലേക്ക് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വരും. 100 കോടിയോളം രൂപയുടെ ഇടപാടുകൾ ഈ രീതിയിൽ നടന്നിട്ടുണ്ട്. ഇതിൽ ഉത്തരം പറയേണ്ടതായ പല ചോദ്യങ്ങളുമുണ്ട്. അത് പലരിലേക്കും തന്നെ എത്തുന്നു എന്ന സൂചനകൾ തന്നെയാണ്. നമുക്കറിയാം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് ചോദ്യം ചെയ്യാൻ നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് MM വർഗീസിനെ. MK കണ്ണൻ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇഡിയുടേത് രാഷ്ട്രീയ നടപടികളാണ്, അല്ലാതെ അതിനപ്പുറത്ത് CPM-ന് പേടിക്കാനായി ഒന്നുമില്ല. വ്യാജ അക്കൗണ്ടുകൾ ഇല്ല CPM-ന് ഒരു തരത്തിലും. അത്തരം പ്രചരണങ്ങൾ തെറ്റാണ്, ഇഡിയുടെ ആ തരത്തിലുള്ള നീക്കങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം പാർട്ടിക്ക് കൈവിടുന്നത് എങ്ങനെയാണ്? ഒപ്പം MM വർഗീസിൽ മാത്രം ഈ ചോദ്യം ചെയ്യൽ ഒതുങ്ങുമെന്ന് കരുതാമോ ഈ ഘട്ടത്തിൽ? ഒരിക്കലും MM വർഗീസിലേക്ക് മാത്രം ഈ ചോദ്യം ചെയ്യൽ ഒതുങ്ങുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇത് കഴിഞ്ഞ തവണ തന്നെ പലരെയും തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ AC മൊയ്തീൻ അടക്കമുള്ളവരെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും രണ്ടാമത് നോട്ടീസ് അയക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയുമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പലർക്കും അവിടെ ഉണ്ടായിരുന്ന കൗൺസിലർമാർ അടക്കമുള്ളവരിലേക്കെല്ലാം തന്നെ അന്വേഷണത്തിന്റെ ആ നിര നീളുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വരും. ഇത്തരം ഈ പറച്ചിലുകൾ അല്ലാതെ അതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ രീതിയിലേക്ക്
ഇതിന് എന്താണ് ഇത് സംബന്ധിയായ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് എന്നതാണ് CPM ഇനി നേരിടേണ്ടി വരിക. കാരണം ഇതിൽ 33-ാം പ്രതി കൂടി ആയ നേരത്തെ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഭാഗമായിരുന്ന ഇതിൽ പെട്ടിരുന്ന മൊഴിയടക്കം മാപ്പുസാക്ഷിയായിരുന്ന മൊഴിയടക്കം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇവര് പ്രതിരോധത്തിൽ CPM പ്രത്യേകിച്ച് പ്രതിരോധത്തിലാഴ്ത്തുന്നതാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഈ ബൈലോ പ്രകാരമുള്ള ഒരു കാര്യങ്ങളല്ല അവിടെ നടന്നിരുന്നത്. വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ പലർക്കും തന്നെയും പങ്കുണ്ട്. മിനിറ്റ്സുകളടക്കം തിരുത്തലുകൾ വന്നിരിക്കുന്നു തുടങ്ങിയ അടക്കമുള്ള നിരവധിയായ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെയും ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് ഈ കേസ് കടക്കുമ്പോൾ അത് CPM ഭയാശങ്കകൾ ആഴ്ത്തുന്നത് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തുടരുക സജിത്ത്. ഇത്തരത്തിൽ EDയുടെ ഇടപെടൽ നടക്കുമ്പോൾ രാജ്യവ്യാപകമായി EDയുടെ ഇടപെടൽ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. നടക്കുമ്പോൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം, അല്പം മുമ്പ് ഈ MK കണ്ണനടക്കം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് അത് രാഷ്ട്രീയമാണ്, അതിന് മുന്നിൽ രാഷ്ട്രീയമാണ്. ഒപ്പം ഈ വ്യാജ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ ബിനാമി അക്കൗണ്ടുകൾ എന്ന് പറയുന്നതിൽ യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ്. ഇതുവരെയുള്ള ഈ രണ്ടാം ഘട്ടത്തിലുള്ള EDയുടെ നീക്കങ്ങൾ കാണുമ്പോൾ അത് കേവലം അങ്ങനെ പറഞ്ഞ് നിസ്സാരവൽക്കരിക്കാനാകുമോ CPM-ന്? രഞ്ജിത്ത്, രണ്ട് കാരണങ്ങളാണ്, രണ്ട് രാഷ്ട്രീയ പ്രതിസന്ധികളാണ് ഇതുമായി ബന്ധപ്പെട്ട് CPM-ന് മുന്നിൽ ഉണ്ടാവുക. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും കരുവന്നൂർ ചർച്ചയാകുന്നു എന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. തെരഞ്ഞെടുപ്പിൽ കരുവന്നൂർ ഒരു പ്രശ്നമാവില്ല എന്ന് CPM കരുതിയിരുന്നു. കാരണം അവിടെ കരുവന്നൂരുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ, അവിടുത്തെ പണം നഷ്ടപ്പെട്ടവർക്ക് പണം നൽകാനുള്ള ഇടപെടൽ, ഇങ്ങനെ പാർട്ടി തലത്തിൽ വലിയ ഇടപെടൽ നടത്തി പ്രാദേശിക പ്രതിഷേധങ്ങളൊക്കെ ഇല്ലാതാക്കി എന്ന് കരുതി തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് കരുവന്നൂർ വീണ്ടും ചർച്ചയിൽ ഉയരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്വാഭാവികമായും അതിന് CPM മറുപടി പറയേണ്ടി വരും. രണ്ടാമത്തെ കാര്യം, ഈ വിഷയത്തിലേക്ക് ഇതുവരെ CPM-ന്റെ ചില പ്രാദേശിക നേതാക്കളോ ജില്ലാ നേതാക്കളോ മാത്രം കക്ഷികളായിരുന്നു എന്ന തരത്തിലേക്കാണ് വന്നിരുന്നത്. കരുവന്നൂർ ഒരു ഒറ്റപ്പെട്ട സംഭവമാണ്, അതിൽ തെറ്റുകാരെയൊക്കെ ശിക്ഷിക്കുമെന്ന പൊതു നിലപാടെടുത്തുകൊണ്ട് CPM സംസ്ഥാന നേതൃത്വം നിലപാടെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിൽ നിന്ന് മാറി ഇപ്പോൾ സംഭവിക്കുന്നത് CPM-ന്റെ ഉന്നത നേതാക്കൾക്കടക്കം ഇതിൽ ബന്ധമുണ്ട്. CPM-ന്റെ ബിനാമി അക്കൗണ്ടുകളുണ്ട്, വ്യാജ അക്കൗണ്ടുകളുണ്ട്, 5 അക്കൗണ്ടുകൾ CPM-ന്റെ ലോക്കൽ സെക്രട്ടറിമാർ നേരിട്ട് നിയന്ത്രിച്ചിരുന്നു എന്ന തരത്തിലേക്കാണ് EDയുടെ കണ്ടെത്തൽ വരുന്നത്. സ്വാഭാവികമായി ഈ കണ്ടെത്തലുകൾ അതിൻ്റെ വസ്തുതാടിസ്ഥാനത്തിൽ തെളിഞ്ഞാൽ വലിയ വെല്ലുവിളി CPM-നെ സംബന്ധിച്ചുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തടക്കം വിശദീകരിക്കാൻ ഏറെ പാടുപെടുകയും ചെയ്യും. എന്ന് മാത്രമല്ല, കൂടുതൽ നേതാക്കൾക്കിലേക്ക് അല്ലെങ്കിൽ സംസ്ഥാനത്തെ കൂടുതൽ സഹകരണ ബാങ്കിലേക്ക് ഇത്തരം ഇടപാടുകൾ നടന്നിരുന്നു എന്ന അന്വേഷണത്തിലേക്കും ED കടക്കുകയും ചെയ്യും. ഞാൻ മനസ്സിലാക്കുന്നത് അത്തരമൊരു നീക്കത്തിലേക്ക് തന്നെ ED കടക്കുന്നു എന്ന് വേണം നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. കാരണം ED ഈ MM വർഗീസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് 25ഓളം സഹകരണ ബാങ്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ അടക്കമുള്ള കാര്യങ്ങളാണ്. അത്തരത്തിൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോയി അന്വേഷണം നടത്തുക എന്ന നീക്കത്തിലേക്കാണ് വരുന്നത്. അതേസമയം CPM ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ശക്തമായി തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് MK കണ്ണൻ, സംസ്ഥാന സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ, കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ MK കണ്ണന്റെ പ്രതികരണത്തിൽ നിന്ന് തുടരുക സൈത്ത്. ഇപ്പോൾ MK കണ്ണനും MM വർഗീസും മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവരുടെ വാക്കുകളിലേക്ക്. എനിക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല. എനിക്കൊരു നോട്ടീസും കിട്ടിയിട്ടില്ല. അത് പോണോ പോണ്ടെന്ന് അന്നേരം ഞാൻ വേണ്ടപ്പെട്ടവരായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ ഒറ്റയാനല്ലല്ലോ. കിട്ടിയാൽ അന്നേരം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ആലോചിച്ച് തീരുമാനിക്കും. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതും. രാഷ്ട്രീയമാണ്. എന്നെ നിലവിലാണ് ചോദ്യം ചെയ്തു. എൻ്റെ എല്ലാ രേഖകളും കടലാസുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്ന് അവരെന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോട്ടീസ് തന്നെ രാഷ്ട്രീയമുണ്ട്, വേറെ ഒന്നും ഇതിന് പിന്നിലില്ല. രാഷ്ട്രീയമാണല്ലോ, അതിനെ രാഷ്ട്രീയമായിട്ട് നമുക്ക് നോക്കാം. ആണല്ലോ, ഇതാണ് ലോകത്തെ എവിടെയെല്ലാം ഈ മതരാഷ്ട്രങ്ങൾ രൂപപ്പെട്ട അവിടെയൊക്കെ ജനാധിപത്യത്തിൻ്റെ മരണമാണ് പഠിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കം ഇവിടെയെന്ന് വെച്ചാൽ മതി. ഇതിനെ മുമ്പ് പറഞ്ഞപ്പോൾ ആളുകൾ വേണ്ടത്ര കണക്കിലെടുത്തില്ല. എല്ലാവർക്കും ബോധ്യമായില്ലേ? കോൺഗ്രസിനും ബോധ്യമായില്ലേ? ഇവിടുത്തെ കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടില്ല. ആര് പറഞ്ഞു? പറഞ്ഞു. പക്ഷെ ചിലർ ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്നും DC സെക്രട്ടറി അത് ചങ്ങാതി ആവശ്യപ്പെട്ടില്ലേ? മുരളീധരൻ പറഞ്ഞു ഒന്ന്, അനിൽ അക്കര പറഞ്ഞു വേറൊന്നില്ലേ, അറസ്റ്റ് ചെയ്യണമെന്നല്ലേ. അങ്ങനെ കോൺഗ്രസ് പറയണ്ടോ? എനിക്കറിയില്ല. ഇവിടെ കാണുമ്പോൾ ആ കാര്യത്തിൽ BJPയും കോൺഗ്രസും ഒന്നാണ്.
നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അറിയില്ല ഇനിയിപ്പോൾ ഇവിടെ വന്ന് കിടക്കണ്ടോന്ന് എനിക്കറിയില്ല. നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെ ഇപ്പോൾ നോമിനേഷൻ്റെ കാര്യങ്ങളുണ്ട്. സുനിൽ നാളെയാണ് നോമിനേഷൻ കൊടുക്കുന്നത്. അപ്പുറത്ത് ആലത്തൂർ രാധാകൃഷ്ണൻ നാളെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞിട്ട് പാർട്ടി ലീഡർഷിപ്പായിട്ട് ആലോചിച്ച് സംസ്ഥാന നേതൃത്വവും ആയിട്ട് ആലോചിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള അറിയാം. ബുധനാഴ്ച നാളെ മറ്റേ എം കെ കണ്ണനും എം വർഗീസും ഇരുവരും ഇഡിയുടെ നടപടികളുടെ പേടിയിലാണ്. അത്തരത്തിൽ അവരുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. സജിത്ത്, അത് തന്നെയാണ്. കാരണം നോട്ടീസ് ലഭിച്ചിട്ടില്ല എന്ന് ഇരുവരും പറയുന്നുണ്ട്. നോട്ടീസ് ഒരു പക്ഷേ കിട്ടിയേക്കാം, അല്ലെങ്കിൽ അറിയിപ്പ് ലഭിച്ചേക്കാം. പക്ഷേ നാളെ ഹാജരാകുന്ന കാര്യത്തിൽ എം വർഗീസ് ഒന്നും നിലപാട് വ്യക്തമാക്കുന്നില്ല. അപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടാം ഘട്ട അന്വേഷണം, കൂടുതൽ തെളിവുകൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കമാണ് ഇഡി സമീപിച്ചിരിക്കുന്നത് എന്നറിയുന്നു. റിസർവ് ബാങ്കിനോട് ഈ വിഷയത്തിൽ വിശദീകരണം തേടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി ഗൗരവമേറിയ നടപടികളിലേക്ക്, കേവലം ചോദ്യം ചെയ്യൽ എന്നതിനപ്പുറത്ത് കുറച്ചുകൂടി ഗൗരവമേറിയ നടപടികളിലേക്ക് കടക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവുകൾ ആ ഏജൻസി കിട്ടി എന്നും കരുതേണ്ടേ? അത് തെളിയിക്കപ്പെടേണ്ടതാണ്. കാരണം ഇഡി മുൻകാലങ്ങളിലും ഇത്തരം ഇടപെടലുകളും നീക്കങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് അതിൻ്റെ ഒരു ശക്തമായ തലത്തിലേക്ക് പിന്നെ ആ നീക്കങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഉയരാറുള്ള ആക്ഷേപം. ഇക്കാര്യത്തിലും ഇഡിയുടെ നടപടികൾക്ക് രാഷ്ട്രീയമല്ല, അതിന് പിന്നിൽ ചില കൃത്യമായ രേഖകളും തെളിവുകളും ഉണ്ട് എന്ന കാര്യം തെളിയിക്കാൻ ഇഡിക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ വിഷയം ഉയർത്തിയതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്നതാണ് CPM ഉയർത്തുന്ന വാദം. അങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ CPM ശ്രമിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവനയും തുടർന്നുണ്ടായ നീക്കങ്ങളുമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇഡിയെ ഉപയോഗപ്പെടുത്തുന്നത് തുടങ്ങിയ വാദങ്ങളൊക്കെ അവർ ഉന്നയിക്കുകയും ചെയ്യും. പക്ഷേ കരുവന്നൂരിൽ ക്രമക്കേട് നടന്നു എന്ന കാര്യം CPM തന്നെ അംഗീകരിച്ചതാണ്. അത് ഒരു പ്രാദേശിക തട്ടിപ്പാണ്, ചിലർ മാത്രമാണ് അതിന് ഉത്തരവാദി എന്നതാണ് CPM ഇതുവരെ എടുത്തിരുന്ന നിലപാട്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അതിന് ഉന്നത ഇപ്പോൾ BJP വക്താവ് സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിലുണ്ട്. സന്ദീപ്, ഈ രണ്ടാം ഘട്ട അന്വേഷണം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം ഇഡിയുടെ പുതിയ നീക്കങ്ങളെ. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരം അറിയിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. റിസർവ് ബാങ്കിനോട് അന്വേഷിക്കണമെന്നാവശ്യപ്പെടുന്നു, വിശദീകരണം തേടണമെന്നാവശ്യപ്പെടുന്നു. അപ്പോൾ ഇത് കുറച്ചുകൂടി ഗൗരവമേറിയ ഒരു അന്വേഷണമായി മാറുന്നുണ്ടോ, കേവലം ചോദ്യം ചെയ്യലുകൾക്കപ്പുറം? നമുക്ക് കരുവന്നൂരിലെ കള്ളപ്പണ ഇടപാട് ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം സംബന്ധിച്ച് സുപ്രധാനമായിട്ടൊരു കേസാണ്. നിരവധി മനുഷ്യർ അവരുടെ ജീവിതകാലത്തെ സമ്പാദ്യം മുഴുവൻ, തങ്ങളുടെ പെൺമക്കളെ കെട്ടിക്കാനുള്ള പണം, തങ്ങൾക്ക് വീടുണ്ടാക്കാനുള്ള പണം, ഇതെല്ലാം അധ്വാനിച്ച പണം മുഴുവൻ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നൊരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. ആ പണം എടുത്തുകൊണ്ടാണ് തൃശ്ശൂർ ജില്ലയിലെ സംസ്ഥാനത്ത് CPM നേതാക്കന്മാർ മൂന്നാറിൽ റിസോർട്ട് കെട്ടാനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചത്. അങ്ങനെ ആ ബാങ്ക് നഷ്ടത്തിലേക്ക് പോയി, ബാങ്ക് തകർച്ചയിലേക്ക് പോയി. കോടിക്കണക്കിന് രൂപ CPM പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി തിരിമറി ചെയ്തു. ഇതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. CPM-ന്റെ സമുന്നതരായ നേതാക്കൾ കോടിക്കണക്കിന് രൂപ ഇതുമായി ബന്ധപ്പെട്ട് അനധികൃതമായി സ്വരുക്കൂട്ടി അവരുടെ അഴിമതികൾ മറച്ചുവെക്കാൻ, അവരുടെ കള്ളപ്പണ ഇടപാട് നടത്താനുള്ള ഒരു സോഴ്സായ സംവിധാനമായി അവർ കരുവന്നൂർ സഹകരണ ബാങ്കിനെ ഉപയോഗിച്ചു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കരുവന്നൂരിൽ വ്യാപകമായ ക്രമക്കേടുകൾ നടന്നു എന്നുള്ള വിവരം പുറത്തു വന്നത് അതേ ഭരണസമിതിയുടെ ഭാഗമായിട്ടുള്ള CPM-ന്റെ നേതാക്കൾ തന്നെ പുറത്തു വന്ന് പറഞ്ഞതോടുകൂടിയാണ് ഇതെല്ലാം പുറത്തേക്ക് വന്നിട്ടുള്ളത്. അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയാണ് CPM ചെയ്തത്. മറുവശത്ത് CPM-ന് ഒടുക്കം ഗത്യന്തരമില്ലാതെ കരുവന്നൂരിൽ ക്രമക്കേടുകൾ നടന്നു എന്ന് പൊതുസമൂഹത്തോട് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിക്കാൻ അവർക്ക് സാധിക്കില്ല. അന്വേഷണം എന്നുള്ളത് ഒരു ഓൺഗോയിങ് പ്രോസസ്സാണ്. ഇഡി വളരെ കാലമായി ഇത് അന്വേഷിക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകിച്ച് വളരെ ഗോപ്യമായി ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഇതിലുള്ളതിനാൽ തെളിവുകൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസമേറിയിട്ടുള്ള സംഗതിയായിരുന്നു. ഡിജിറ്റൽ എവിഡൻസുകളടക്കം പരിശോധിച്ച് വളരെ ആഴത്തിലുള്ള ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിനെ തുടർന്നിട്ടാണ് CPM-ന്റെ ജില്ലാ നേതൃത്വത്തിന് കരുവന്നൂർ ബാങ്കിൽ 5ഓളം രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടത്. ആ 5ഓളം രഹസ്യ അക്കൗണ്ടുകൾ നിയമവിരുദ്ധമായി എടുത്തിട്ടുള്ളതാണ്. സഹകരണ നിയമപ്രകാരം ഈ അക്കൗണ്ടുകൾ എടുക്കണമെങ്കിൽ ആ ബാങ്കിൽ മെമ്പർഷിപ്പ് ഉണ്ടാകണം. CPM-ന്റെ ജില്ലാ നേതൃത്വത്തിന് ആ ബാങ്കിൽ മെമ്പർഷിപ്പ് ഇല്ല. അത് മാത്രമല്ല KYC പാലിക്കണം. KYC ചട്ടം പാലിക്കപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ അക്കൗണ്ടുകൾ CPM ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും കൊടുത്ത അവരുടെ സ്റ്റേറ്റ്മെന്റ് റിഫ്ലക്ട് ചെയ്യണം. അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടക്കേണ്ടതാണ്. അതിനു വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം ഇഡി ഈ വിവരങ്ങളെല്ലാം, എല്ലാ വിവരങ്ങളും ഇലക്ഷൻ കമ്മീഷനും അതുപോലെ ഈ തുടക്കത്തിൽ ആദ്യഘട്ടത്തിൽ സന്ദീപ് കാര്യക്ഷമ അന്വേഷണം ഉണ്ടായിരുന്നു. എം വർഗീസ് അടക്കമുള്ള, MK കണ്ണൻ അടക്കമുള്ള നിരവധി നേതാക്കളെ ചോദ്യം ചെയ്ത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം ഇടയ്ക്ക് അതൊന്ന് മന്ദീഭവിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോഴുള്ള ആരോപണം തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇഡി ഇടപെടുന്നു എന്നുള്ള തരത്തിലാണ്. ഇതിനിടയിൽ യാതൊരു ഇടപെടലും ഉണ്ടാകാതെ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോഴേക്കുള്ള ഇടപെടൽ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നത് സ്വാഭാവികമായി CPM-ന്റെ വിമർശനമാണ്.
അങ്ങനെയല്ല. ഈ CPM-ന്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ആളുകളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു മാധ്യമ വാർത്തയ്ക്കുള്ള സ്കോപ്പുള്ള സംഗതിയാണ്. ED-യുടെ അന്വേഷണം അല്ലാത്ത ദിവസങ്ങൾ നടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഡിജിറ്റൽ എവിഡൻസുകൾ സംബന്ധിച്ചിട്ടുള്ള അതിലെ വിവരങ്ങൾ റിട്രീവ് ചെയ്യാനുള്ള പരിശോധന നടക്കുന്നത് നിങ്ങൾ ആരും വാർത്തയാക്കുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും അത് അതിന്റെ ലബോറട്ടറിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അത് അവിടുത്തെ അക്കൗണ്ടുകൾ പരിശോധിക്കുന്ന കാര്യം, ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് പരിശോധിക്കുന്ന കാര്യം, നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കുന്നത് എല്ലാം ഓരോ ദിവസം നടക്കുന്ന ഓൺഗോയിങ് പ്രോസസ്സാണ് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ വാർത്താമൂല്യമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള ആളുകൾ CPM-ന്റെ പ്രവർത്തകർ അവരെല്ലാം ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ വാർത്ത വരുന്നില്ല എന്ന് കരുതി ED-യുടെ അന്വേഷണം നടക്കുന്നില്ല എന്ന് അർത്ഥമാക്കണ്ട. ED-യുടെ അന്വേഷണം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് അടുത്ത നടപടിക്രമങ്ങളിലേക്ക് ED പോയിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ പ്രൊഗേറ്റീവാണ്. അദ്ദേഹം അത് അത്തരം കാര്യങ്ങൾ ചെയ്യണം. അത് അവരാണ് ചെയ്യേണ്ടത്. ഒരിക്കലും BJP-യോ കേന്ദ്ര സർക്കാരോ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നില്ല. ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് ഏത് സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതല്ല, ക്രമക്കേട് നടന്നു എന്നുള്ളത് സുവ്യക്തമാണ്. CPM-ന്റെ ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും കരുവന്നൂരിലെ ഈ കൊള്ളയുമായി ബന്ധമുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. സാധാരണക്കാരായ പാവപ്പെട്ടവരുടെ മനുഷ്യരുടെ പണം, അധ്വാനിച്ചുണ്ടാക്കിയ പണം CPM നേതാക്കന്മാർ പാർട്ടി കൊള്ള ചെയ്തു എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇവർ ജയിലിൽ പോകേണ്ടവരാണ്. ഏത് കാലഘട്ടത്തിലാണെങ്കിലും ഇവർ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടവരാണ്. അതിലൊരു തർക്കവും ഈ നാട്ടിലെ ജനങ്ങൾക്കില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ED ഇപ്പൊ ചെയ്തിട്ടുള്ളത്, നിങ്ങളുടെ വാർത്ത പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത്, ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനും ഈ CPM-ന്റെ 5 അക്കൗണ്ടുകൾ സംബന്ധിച്ച വിവരം കൊടുത്തിട്ടുള്ളത് CPM സമർപ്പിച്ചിട്ടുള്ള IT റിട്ടേണിലും ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിട്ടുള്ള അഫിഡവിറ്റിലും ഈ 5 അക്കൗണ്ടുകൾ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടണം. അങ്ങനെ റിഫ്ലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള അക്കൗണ്ടുകൾ സൂക്ഷിച്ച കുറ്റം എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ള കുറ്റമാണ്. CPM നേതൃത്വം മറുപടി പറയേണ്ടി വരും. സ്വാഭാവികമായിട്ടും CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ളവർ ബീഹാർ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും, ഒരു സംശയവും വേണ്ട. ശരി, സന്ദീപ് വാര്യരാണ് പ്രതികരിച്ചത്. സൈത്ത്, നമ്മൾ പറഞ്ഞു വന്നത് ഇതിന്റെ ഒരു ഗൗരവ സ്വഭാവം സംബന്ധിച്ചായിരുന്നു. അത് ഏത് തരത്തിൽ CPM-നെ കുരുക്കുന്നു എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലമാണ്. തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ വിഷയം, ഒരുപക്ഷെ കരുവന്നൂർ വിഷയത്തിൽ കൂടുതൽ നടപടിയിലേക്ക് കടന്നാൽ അത് ചർച്ചയായേക്കാം. അങ്ങനെ നിരവധി പ്രതിസന്ധികൾ പാർട്ടിക്ക് മുന്നിലുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. ഇത് പ്രത്യേകിച്ച് 2 മണ്ഡലങ്ങളിൽ നേരിട്ട് സ്വാധീനിക്കാൻ സാധ്യതയുള്ള വിഷയമാണ്. ഒന്ന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും മറ്റൊന്ന് ആലത്തൂരും. ഈ 2 ലോക്സഭാ മണ്ഡലങ്ങളുടെയും ഭാഗമായി നിൽക്കുന്ന ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് ഈ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ടത്. സ്വാഭാവികമായും അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യും. ഒരുപക്ഷെ എല്ലാ അനുകൂല സാധ്യതകളുമുള്ള ആലത്തൂരിൽ ഇത്തവണ CPM പ്രധാനമായി നേരിടുന്ന ഒരു രാഷ്ട്രീയ പ്രതിസന്ധി കരുവന്നൂർ ബാങ്ക് ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ കരുവന്നൂർ വിവാദം ഉയർന്നപ്പോൾ സമയത്ത് അവിടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നത് രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഇപ്പോൾ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ്. ഈ ചോദ്യമൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് UDF ഒക്കെ കളം പിടിക്കാൻ ശ്രമിക്കുന്നത്. സ്വാഭാവികമായും അതവിടെ ചർച്ചയാകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈ കരുവന്നൂർ തെരഞ്ഞെടുപ്പിൽ CPM-ന് വിശദീകരിക്കേണ്ട സാഹചര്യമായി മാറുന്നു. അത് കേരളത്തിലെ 2 മണ്ഡലങ്ങൾ മാത്രമല്ല, സംസ്ഥാനത്തെ മണ്ഡലങ്ങളിലെല്ലാം UDF-ഉം ഇതൊരു പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി ഏറ്റെടുക്കുന്നു എന്നതാണ് സാഹചര്യം. നമുക്കറിയാം, ഇനിയിപ്പോൾ നടക്കാൻ പോകുന്ന പ്രധാന നേതാക്കളുടെ ക്യാമ്പയിൻ പരിപാടികളിലെല്ലാം നേതാക്കൾ ഇത് വിശദീകരിക്കേണ്ടി വരും. മുഖ്യമന്ത്രി ആയാലും CPM സെക്രട്ടറി ആയാലും നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളിലും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലുമൊക്കെ കരുവന്നൂർ കൂടി ഉൾപ്പെടുത്തി അതിൽ വിശദീകരണം നൽകേണ്ടി വരും എന്നതാണ് സാഹചര്യം. വാർത്താ സമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയും ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരാം. അതേസമയം പ്രതിപക്ഷമാവട്ടെ VD സതീശനടക്കം, VD സതീശൻ അല്പസമയത്തിനുള്ളിൽ തിരുവല്ലയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹം സ്വാഭാവികമായും ഈ വിഷയങ്ങളൊക്കെ പരാമർശിച്ച് രാഷ്ട്രീയ നീക്കം നടത്തിയേക്കാം. ശ്രീ അനിൽകുമാർ കൂടി, CPM നേതാവ് ശ്രീ അനിൽകുമാർ കൂടി ടെലിഫോണിലായുണ്ട്. ശ്രീ അനിൽകുമാർ, കൂടുതൽ തെളിവുകളുണ്ട് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട്. ഇത് കൃത്യമായി തന്നെ കേന്ദ്ര ഈ RBI അടക്കം അറിയിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം തേടിയേക്കാം എന്തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത്. CPM-നെ ഏതെങ്കിലും തരത്തിൽ ഈ വാർത്തകൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ബാധിക്കുന്നുണ്ടോ? ഇത്തരം വ്യാജ വാർത്തകള് മിക്കവാറും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടുത്തെ സംഘമിത്ര അടുക്കളയിൽ ഉപയോഗിച്ച് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിലൂടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ED-യുടെ കയ്യിൽ ആരെങ്കിലും ഇവിടെ പിടിച്ചിട്ടുണ്ടോ? തെളിവുകളുണ്ടെങ്കിൽ ED കരഞ്ഞുകൊണ്ട് നടക്കാണ് വേണ്ടേ? തെളിവുകളുണ്ടെങ്കിൽ ED എന്തിനാ കരയുന്നത്? ED എന്തിനാ റിസർവ് ബാങ്ക് കത്ത് കൊടുത്തിരിക്കുന്നത്? റിസർവ് ബാങ്കിന്റെ കത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ED-ക്ക് നിയമലംഘനം കണ്ടുപിടിച്ചതിന് റിസർവ് ബാങ്കിന്റെ അനുവാദത്തിനാ. ഒരു റിസർവ് ബാങ്കിന്റെയും പിന്നാലെ അനുവാദം നടക്കേണ്ട കാര്യമില്ല. നിയമവിരുദ്ധ പ്രവർത്തനം ചെയ്തോ എന്നുള്ളതാണ്. അതിനെന്തിനാ ED റിസർവ് ബാങ്കിന്റെ പുറകെ നടക്കുന്നത്? അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെല്ലാം അസംബന്ധവും കെട്ടുകഥയുമാണ്. ഐക്യരാഷ്ട്രസഭ പോലും ഇന്ത്യ രാജ്യത്ത് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വിശ്വഗുരു എന്ന് പറഞ്ഞ വേഷം കെട്ട് നടക്കുന്ന നരേന്ദ്രമോദി ഇവിടുത്തെ ED-യെ പോലുള്ള ഏറ്റവും വൃത്തികെട്ട ഒരു അന്വേഷണ ഏജൻസിയെ അധമമായി ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെ ദുരുപയോഗിച്ചിരിക്കുന്നു.
കെജ്രിവാളിന് ജയിലിലേക്ക് വഴിവാണിച്ചു കൊടുക്കാൻ വ്യാജമായി കെജ്രിവാളിന്റെ പേര് പറഞ്ഞ് പരാതി കൊടുത്ത രാഹുൽ ഗാന്ധി കോൺഗ്രസുകാരും കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വേട്ടപ്പട്ടികളെ പോലെ അവരുടെ മുന്നിൽ നിന്ന് കുറച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഇഡിയും BJPയും SDPയും കോൺഗ്രസും ചേർന്ന സംഘമുണ്ട്. ഈ സംഘത്തെ കേരളം പരാജയപ്പെടുത്തും. ഒരു ചുക്കും ചെയ്യാനില്ല. കരുവന്നൂരിൽ ഇത്രയും കാലം ഇവരുടെ കയ്യിലാറ്റം പിടിച്ചിരുന്നോ? തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഈ പണിയായിട്ടിറങ്ങാൻ നാണം കെട്ട പണി. കഴിഞ്ഞ കാലത്ത് ഇതുപോലെ കസ്റ്റംസുകാർ ഏതോ ഒരു നോട്ടീസ് കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യയ്ക്ക് കൊടുത്തെന്ന് പറഞ്ഞു. AK സെന്ററിലെ വിലാസത്തിൽ അയച്ചിരിക്കുകയാണ് അത്ര. എന്നിട്ട് എന്താ ഇതുവരെ നോട്ടീസ് വരാത്തത്? ഞങ്ങളൊക്കെ എത്ര വേഷം കെട്ട് കണ്ടിട്ടുള്ളതാ. നരേന്ദ്രമോദിയോട് പറയണം ഈ വേഷം കെട്ടൊന്നും കേരളത്തിൽ ചെലവാകത്തില്ല. അപ്പൊ ഇത് ഇഡിയുടെ ഒരു വേഷം കെട്ടാണല്ലേ? സീതാരാമനോട് ഇതും ഇഡിയുടെ ഒരു വേഷം കെട്ടാണ്. അതിനപ്പുറമൊന്നും ഭയക്കാനില്ല. കാര്യങ്ങൾ സുതാര്യമാണ്. അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട അത്തരം വിവരങ്ങളുമൊക്കെ കെട്ടുകഥയാണ് അല്ലേ? അല്ല, ഇന്നലത്തെ വാർത്ത എന്തായിരുന്നു? ഇന്നലത്തെ ചാനലുകളുടെ വാർത്ത എന്തായിരുന്നു? ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. എന്തിന് ഇഡി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുന്നത്? അത് ഇവിടുത്തെ വകുപ്പാന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, ഈ ആസ്തി വിവരങ്ങൾ പാർട്ടികളുടെ ആസ്തി വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ ബോധിപ്പിക്കണമല്ലോ. അതിനപ്പുറത്തുള്ള ഒരു കണ്ടെത്തലുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. ഇലക്ഷൻ കമ്മീഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലോ. അതിന്റെ കോപ്പിയല്ലേ ചോദിക്കേണ്ടത്? ഇവരെന്തിനാ അങ്ങോട്ട് കത്ത് കൊടുത്തത്? അല്ല, അത് അനധികൃതമായ അതിൽ കൂടുതൽ പണം ഉണ്ടായേക്കാം, അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കാം ഒരു പക്ഷേ. ആരന്വേഷിക്കണത്? ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കാമല്ലോ. ഇഡിയുടെ റിപ്പോർട്ട് അനുസരിച്ച്. അല്ല, ഇഡിയുടെ റിപ്പോർട്ട് പരിശോധിക്കാമല്ലോ. പ്രവർത്തനം നടത്തിയാൽ അന്വേഷിക്കാൻ അധികാരം ഇടിക്കില്ല. അതെ, ഇഡിയുടെ റിപ്പോർട്ട് പരിശോധിക്കാമല്ലോ. കൂടുതലായി എന്തെങ്കിലും ഇത് വിഷയത്തിൽ വ്യത്യാസമുണ്ടോ എന്നുള്ളത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ രാജ്യത്തെ BJPക്ക് 4500 കോടി രൂപയുടെ പിഴ അടിക്കണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അവരെത്ര കോടിയാ കള്ളപ്പണം? തെളിവില്ലാത്ത എത്ര കോടിയാണ് അവരുടെ കള്ളപ്പണം? ആ കള്ളപ്പണത്തിന് 4500 കോടി രൂപ അവരിപ്പോ പിഴയടിക്കണം. അവര് പ്രതിപക്ഷ പാർട്ടികളുടെ അക്കൗണ്ട് പൂട്ടിക്കാൻ നടക്കുക കോൺഗ്രസ് BJP. അങ്ങനെ അവരുടെ ആക്രമണത്തിന് ഇരയാകുന്ന കോൺഗ്രസുകാർ ഇപ്പൊ VD സതീശൻ പത്രസമ്മേളനത്തിൽ ഇടിക്ക് വേണ്ടി നിൽക്കുമെന്നാണ് ഇപ്പൊ ഇവിടെ പറയുന്നത് കേട്ടത്. സതീശൻ അങ്ങനെ പറയുള്ളൂ, KPC അതേ പറയുള്ളൂ, കോൺഗ്രസ് അതേ പറയുള്ളൂ. കാരണം കെജ്രിവാളിനെ ജയിലിലേക്ക് അടയ്ക്കാൻ വേണ്ടി വഴി കാണിച്ചു കൊടുത്ത രാഹുൽ ഗാന്ധി ദിവസം കെജ്രിവാളിന്റെ ഭാര്യയുടെ കൂടെ നിലവിളിക്കുന്ന കണ്ടു. ഇതുപോലെ രാഷ്ട്രീയമായി നിലപാടില്ലാത്തൊരു പാർട്ടി കോൺഗ്രസിനെ പോലെ ഉണ്ടോ? അവിടെ കോൺഗ്രസ് മാപ്പ് പറയണം. കെജ്രിവാളിനെ ജയിലിലടയ്ക്കാൻ വേണ്ടി ഈ BJPയുടെ പിണിയാളായി പ്രവർത്തിച്ചതിന് രാഹുൽ ഗാന്ധി കേരളത്തോട് മാപ്പ് പറയണം, ഇന്ത്യയോട് മാപ്പ് പറയണം. അവരിപ്പോ കരുവന്നൂരുമായി ബന്ധപ്പെട്ട രീതിക്ക നമുക്കറിയാമല്ലോ. ഇവിടെ കൽപ്പറ്റയിലെ ഒരു ബാങ്ക് ഉണ്ടല്ലോ, അവിടെ KPCയുടെ വൈസ് പ്രസിഡന്റാണല്ലോ ഇബ്രാഹിം. ED അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്താ വാർത്ത വരാത്തത്? അപ്പൊ CPM-നെ ബന്ധിപ്പിച്ചുകൊണ്ട് ഇലക്ഷന് വാർത്ത ഉണ്ടാക്കണം. വാർത്ത ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ നാട്ടിലെ ജനങ്ങള് ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണം കടത്തി, പിന്നെന്താ ബിരിയാണി ചെമ്പ്, ഖുറാൻ, ഈ കടത്തൊക്കെ തീർന്നോ? ഇപ്പൊ ആർക്കും സമാധാനമായി. ഇപ്പൊ എന്താ അന്വേഷിക്കാത്തത്? ഇലക്ഷൻ വരുമ്പോ ഇതുപോലെ ഓരോ കേസ് കെട്ടുകഥയായിട്ട് ED ഇറങ്ങിത്തിരിക്കും, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഇറങ്ങിത്തിരിക്കും. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയും അതുപോലെ തന്നെ അമിത്ഷായും നിർമ്മലാ സീതാരാമനെ പോലുള്ള ആളുകളെ ജനം അറബിക്കടലിലെറിയും ഈ തെരഞ്ഞെടുപ്പിൽ. ശരി, നന്ദി ശ്രീ അതുകൊണ്ട് അവർ വേട്ടയാടിയാൽ CPM ചുരുണ്ടുപോകുകയല്ല, CPM കരുത്തോടെ പടരുകയാണ് ചെയ്യാൻ പോകുന്നത്. നന്ദി ശ്രീ അനിൽകുമാർ താങ്കളുടെ പ്രതികരണത്തിന്. സഹിത്ത് അതാണ്, ആ ഒരു ആത്മവിശ്വാസം CPM-നുണ്ട്. പക്ഷേ അപ്പോഴും EDയുടെ ഇനിയുള്ള നീക്കങ്ങൾ നിർണായകമാണ്. കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം. നമുക്കറിയാം ഈ ഡൽഹിയിലുമൊക്കെ സംഭവിച്ച EDയുടെ പലവിധ ഇടപെടലുകളുണ്ട്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് എന്തും സംഭവിക്കാവുന്ന നിലയിൽ തന്നെയല്ലേ ഇപ്പോഴുള്ള കാര്യങ്ങളുടെ പോക്ക് കണ്ടാൽ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ വേണം കരുതാൻ. ഒരുപക്ഷെ EDയുടെ നീക്കത്തിൽ രാഷ്ട്രീയമുണ്ട് എന്ന CPM-ന്റെ ആരോപണം അത് അങ്ങനെ തന്നെ അവർ ശക്തമായി ഉന്നയിക്കുക തന്നെ ചെയ്യും. കാരണം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് അവർക്ക് ഉന്നയിച്ച് ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരേ ഒരു സാധ്യത അതാണ്. അതുകൊണ്ട് അവരത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യും. അതിനപ്പുറത്തേക്ക് EDയുടെ നീക്കങ്ങൾ പ്രസക്തമാണ്. കാരണം MM വർഗീസിനെ ചോദ്യം ചെയ്യാൻ നാളെയാണ് സമൻസ് ചോദ്യം ചെയ്യാൻ നൽകിയിരിക്കുന്നത്. നോട്ടീസ് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നു. നോട്ടീസ് കിട്ടുന്ന മുറയ്ക്ക് അദ്ദേഹം ഹാജരാകുമോ? ഇനി ഹാജരാവാതെ തുടർച്ചയായിട്ടുണ്ടായാൽ സ്വാഭാവികമായും EDക്ക് കസ്റ്റഡിയിലെടുക്കുക പോലെയുള്ള നീക്കങ്ങൾക്കും സാധ്യതയുണ്ട്. ഒരുപക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരം കാഴ്ചകൾക്കും സാധ്യതയുണ്ട്. TG സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും EDയുടെ നിർണായക നീക്കം ഇപ്പോൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ED കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന് ED നോട്ടീസ് നൽകി. ഇനിയും MK കണ്ണൻ അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരുന്നു. രണ്ട് നേതാക്കളുടെയും പ്രതികരണത്തിലേക്ക്. എനിക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല.
എനിക്കൊരു നോട്ടീസും കിട്ടിയിട്ടില്ല. അത് പോണോ പോണ്ടേന്ന് അന്നേരം ഞാൻ വേണ്ടപ്പെട്ടവരായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ ഒറ്റയാനല്ലല്ലോ. കിട്ടിയാൽ അന്നേരം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ആലോചിച്ച് തീരുമാനിക്കും. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതും. രാഷ്ട്രീയമാണ്. എന്നെ നിലവിൽ അവന് ചോദ്യം ചെയ്തു. എൻ്റെ എല്ലാ രേഖകളും കടലാസുകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലെന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്ന് അവരെന്നോട് ഇതുവരെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നോട്ടീസ് തന്നെ രാഷ്ട്രീയമുണ്ട്, വേറെ ഒന്നും ഇതിന് പിന്നിലില്ല. രാഷ്ട്രീയമാണല്ലോ, അതിന് രാഷ്ട്രീയമായിട്ട് നമുക്ക് നോക്കാം. ആണല്ലോ, ഇതാണ് ലോകത്തെ എവിടെയെല്ലാം ഈ മതരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടാൽ അവിടെയൊക്കെ ജനാധിപത്യത്തിൻ്റെ മരണമാണ് പതിവ്. അതിൻ്റെ തുടക്കം ഇവിടെയെന്ന് വെച്ചാൽ മതി. ഇതിന് മുമ്പ് പറഞ്ഞപ്പോൾ ആളുകൾ വേണ്ടത്ര കണക്കിലെടുത്തില്ല. എല്ലാവർക്കും ബോധ്യമായില്ലേ? കോൺഗ്രസിന് ബോധ്യമായില്ലേ? ഇവിടുത്തെ കോൺഗ്രസിന് ബോധ്യപ്പെട്ടിട്ടില്ല. ആര് പറഞ്ഞു? പറഞ്ഞു. പക്ഷെ ചിലർ ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്നും DC സെക്രട്ടറി അത് ഒരു ചങ്ങാതി ആവശ്യപ്പെട്ടില്ലേ? മുരളീധരൻ പറഞ്ഞു ഒന്ന്, അനിൽ അക്കര പറഞ്ഞു വേറൊന്നില്ലേ, അറസ്റ്റ് ചെയ്യണമെന്നല്ലേ. അങ്ങനെ കോൺഗ്രസ് പറയണ്ടോ? എനിക്കറിയില്ല. ഇവിടെ കാണുമ്പോൾ ആ കാര്യത്തിൽ BJPയും കോൺഗ്രസും ഒന്നാണ്. നോട്ടീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അറിയില്ല ഇനിയിപ്പോൾ ഇവിടെ വന്ന് കിടക്കണ്ടോയെന്ന് എനിക്കറിയില്ല. നോട്ടീസിൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നാളെ ഇപ്പോൾ നോമിനേഷൻ്റെ കാര്യങ്ങളുണ്ട്. സുനിൽ നാളെയാണ് നോമിനേഷൻ കൊടുക്കുന്നത്. അപ്പുറത്ത് ആലത്തൂർ രാധാകൃഷ്ണൻ നാളെയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞിട്ട് പാർട്ടി ലീഡർഷിപ്പായിട്ട് ആലോചിച്ച് സംസ്ഥാന നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള ബുധനാഴ്ച നാളെ മറ്റേ ഇൻറ്റിമേഷൻ എനിക്ക് കിട്ടിയിട്ടില്ല. രേഖാമൂലമുള്ളത് കിട്ടിയിട്ടില്ല. അതിപ്പോൾ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഞാൻ അതിനെക്കുറിച്ചിപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. എന്താണെന്നറിയില്ല. ഈ പത്രങ്ങളിലൊക്കെ കാണുന്ന രഹസ്യ അക്കൗണ്ട് എന്ത് രഹസ്യ അക്കൗണ്ടൊന്നും എനിക്കറിയില്ല. രഹസ്യമായ ഒരു അക്കൗണ്ടും ഇല്ല. നമുക്ക് സഹകരിച്ചിട്ടുണ്ട്. സഹകരിക്കാതിരിക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് മുന്നേ നമ്മൾ വ്യക്തമാക്കിയിട്ടുള്ളൊരു കാര്യം. രാഷ്ട്രീയ അജണ്ട ഉണ്ടല്ലോ. അതിപ്പോൾ അതല്ലേ രാഷ്ട്രീയമായിട്ട് വളരെ ബോധപൂർവമായിട്ടുള്ള നീക്കം തന്നെയാണല്ലോ. അത് വ്യക്തമാണല്ലോ, കാര്യങ്ങൾ വ്യക്തമാണ്. അതെന്തെങ്കിലും ആയിട്ട് 4 പ്രാവശ്യം ഞാനിതിന് അവിടെ കണ്ടിരിക്കുന്നു. അല്ല, അവർ വിളിക്കുന്നു, നമ്മൾ പോകുന്നു. അത് സഹകരിക്കാതിരിക്കുന്ന ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. സഹകരിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്കൊന്നും മറച്ചു വയ്ക്കാനില്ല. CPM-നെ സംബന്ധിച്ച് ഒരു കാര്യവും മറച്ചു വയ്ക്കാനില്ല. അതൊക്കെ വളരെ സുതാര്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ അക്കൗണ്ട്സ് കാര്യങ്ങൾ, അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്, അതിൻ്റെ അധികാരികൾക്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്ക് വേറൊരു വേവലാതിയില്ല. തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കും. ആരെന്തൊക്കെ പ്രതികൂല തടസ്സം ഉണ്ടാക്കിയാലും LDF നല്ല വിജയം, കേരളത്തിലാകെ നല്ല വിജയം നേടും. തൃശ്ശൂർ ജില്ലയിലും 3 പാർലമെന്റ് മണ്ഡലങ്ങളിലും, ആലത്തൂരും തൃശ്ശൂരും ചാലക്കുടിയിലും നമ്മൾ വിജയിക്കും. അതിലൊന്നും നമുക്ക് യാതൊരു സംശയവുമില്ല. ആരെന്ത് തടസ്സം ഉണ്ടാക്കിയാലും ആ തടസ്സത്തെ അതിജീവിച്ച് LDF മുന്നോട്ട് പോകും. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന വിവരങ്ങൾ എനിക്കും അറിയൂ. ഈ പത്രങ്ങളിലും ചാനലിലൊക്കെ വരുന്ന വിവരങ്ങൾ നമുക്കറിയൂ. പിന്നെ ഇപ്പോൾ അവർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഇപ്പം നാളത്തെ ഒരു പ്രത്യേക ദിവസമാണ്. അപ്പോൾ അത് സംബന്ധമായിട്ട് നമുക്ക് ആലോചിച്ചെടുക്കാം. നിഷേധാത്മകമായിട്ടുള്ള സമീപനമൊന്നും നോക്കില്ല. സജിത്ത്, ഈ ED-യുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ദേശീയതലത്തിൽ കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാടുണ്ട്. അതാണ് ചൂണ്ടിക്കാട്ടിയത് നേരത്തെ അനിൽകുമാർ സംസാരിച്ചപ്പോൾ. അതേസമയം കേരളത്തിൽ CPM-നെതിരെ കരുവന്നൂർ വിഷയത്തിലടക്കം എടുക്കുന്ന നടപടികളെ പല കോൺഗ്രസ് നേതാക്കളും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. അങ്ങനെ ED-യെ കൈകാര്യം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ED-യുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതിൽ ആശയക്കുഴപ്പം കോൺഗ്രസിനടക്കം നിലനിൽക്കുന്നു എന്ന പ്രധാനപ്പെട്ട സാഹചര്യം കൂടി ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ഇതിൽ കോൺഗ്രസ് വിശദീകരിക്കേണ്ടി വരിക ED-ക്കെതിരെ, ദേശീയ ഏജൻസികൾക്കെതിരെ ദേശീയ തലത്തിൽ ഒരു പൊതു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസ് അടക്കം അതിൻ്റെ കക്ഷികളായി മാറുന്നുണ്ട് പല കേസുകളുമായി ബന്ധപ്പെട്ട്. ഏറ്റവും ഒടുവിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിലടക്കം കോൺഗ്രസിൻ്റെ നിലപാട് നമുക്കറിയാം. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത് മറ്റൊരു നിലപാടാണ്. അതായത് ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ED അടക്കമുള്ള ഏജൻസികൾ നടത്തുന്ന ഇടപെടൽ എന്തുകൊണ്ട് കേരളത്തിൽ ഉണ്ടാവുന്നില്ല എന്ന ചോദ്യമാണ് കോൺഗ്രസ് കേരളത്തിൽ ഉയർത്തുന്നത്. പലപ്പോഴും ED നടത്തുന്ന നീക്കങ്ങൾക്ക് തുടർച്ച ഉണ്ടാവാറില്ല. ഇതൊരു തരം തട്ടിപ്പാണ്, രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ന വാദമാണ് കോൺഗ്രസ് ഉയർത്താറുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൻ്റെ ഏറ്റവും
ഗുണഫലം ഉണ്ടാവാൻ സാധ്യതയുള്ള കക്ഷി അത് കോൺഗ്രസും UDF-ഉം ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഇടതുമുന്നണിക്ക് നഷ്ടപ്പെടുന്ന ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നഷ്ടം ഇടതുമുന്നണിക്കുണ്ടായാൽ അത് നേട്ടമാക്കാൻ സാധ്യത ഒരുപക്ഷെ കൂടുതൽ UDF-നായിരിക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്ത് ഈ വിഷയം പരമാവധി ഉയർത്താനും ചർച്ചയാക്കാനും തന്നെ UDF-ഉം കോൺഗ്രസും ശ്രമിക്കുകയും TG സജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഡാനി പോളും ഈ വിഷയത്തിൽ വിശദാംശങ്ങൾ നൽകിയിരുന്നു. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം മറ്റൊരു വാർത്തയുമായി ഇടവേളയ്ക്ക് ശേഷം.